ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോഴിക്കോട് ഗോവിന്ദാപുരം സ്വദേശിയായിട്ടുള്ള ഒരു യുവാവ്, ദീപക് എന്നു പേരുള്ള യുവാവ് ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ടായി. സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോയിലൂടെ ജനങ്ങൾക്ക് ഒരു പൊതുവിചാരണയ്ക്ക് ഇട്ടുകൊടുത്തു എന്നതിന്റെ മനോവിഷമത്തിലാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്തത്. 2 ദിവസം മുൻപ് ഷിംജിത മുസ്തഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈലിൽ നിന്ന് ഒരു യുവതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഒരു ബസ്സിൽ, തിരക്കുള്ളൊരു ബസ്സിൽ, അല്ലെങ്കിൽ കുറെ ആളുകൾ നിൽക്കുന്ന ഒരു ബസ്സിൽ വെച്ചിട്ട് മോശമായിട്ടൊരു യുവാവ് ആ യുവതിയുടെ ദേഹത്ത് സ്പർശിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ആ യുവതി പറയുന്നത് അയാൾ മോശമായി സ്പർശിച്ചു, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു എന്നുള്ള ഭാവത്തിലായിരുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനിടയിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടായിരുന്നു. ഈ യുവതി മനഃപൂർവ്വം വൈറലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത്. ഈ താല്പര്യമുള്ള രീതിയിൽ ഈ യുവതി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുട്ടിയുരുമാൻ അവസരം കൊടുക്കുന്ന വിധത്തിൽ നിന്നതുകൊണ്ടാണ് ആ വ്യക്തി മുട്ടിയുരുമിയത് എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ അതിനടിയിൽ ഉണ്ടായിരുന്നു. വൈറലാവാൻ വേണ്ടിയിട്ട് ആളുകൾ എന്തും ചെയ്യും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് കമന്റുകൾ അതിന്റെ അടിയിലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ കമന്റ് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ഇതിനു മുൻപും ഇതേപോലത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു യുവതി ഇതേപോലെ തന്നെ തൊട്ടടുത്ത് ബസ്സിൽ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരു പ്രായമുള്ള വ്യക്തി ഈ യുവതിയുടെ കഴുത്തിന്റെ ഭാഗത്തേക്ക് വളരെ മോശമായിട്ട് നോക്കുന്ന ഒരു വീഡിയോ ആ യുവതി ഇതേപോലെ പങ്കുവച്ചു. പക്ഷെ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ യുവതിയുടെ കയ്യിലിരിക്കുന്ന മൊബൈലിട്ട് തന്റെ വീഡിയോ കാണുന്നത് കൊണ്ട് ആ വ്യക്തി എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയോടെ ആ സ്ക്രീനിലേക്ക് നോക്കുന്നതാണ് ആ യുവതി വീഡിയോ എടുത്ത് മോശമായിട്ട് ആ യുവതിയെ നോക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചതെന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നതാണ്. ഇതേപോലെ തന്നെ 2-3 ദിവസം മുൻപ് വേറൊരു യുവതി ഇതേപോലെ മോശമായി സ്പർശിച്ചു എന്നുള്ള രീതിയിൽ വേറൊരു വീഡിയോയും ബസ്സിൽ അടുത്തിരുന്ന ആൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതും അന്ന് ഒരുപാട് വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിരന്തരം ഇങ്ങനെ വീഡിയോ വരുന്നത് കൊണ്ടാണ് ഈ യുവതി, ഷിംജിത എന്ന് പറഞ്ഞ യുവതി, ഇതേപോലെ വീഡിയോ ഇട്ടപ്പോൾ വളരെയധികം നെഗറ്റീവ് കമന്റുകൾ വരാൻ കാരണം ഉണ്ടായത്. പിന്നെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ തോണ്ട്, അല്ലെങ്കിൽ പിടിക്കുക, അങ്ങനത്തെ ഒന്നും നമുക്കതിൽ കാണാൻ പറ്റില്ല. പിന്നെ ആ വീഡിയോ എടുക്കുന്നത് അയാൾ കാണുന്നുണ്ട്, എന്നിട്ട് പോലും അയാൾ അവിടെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യം ചെയ്യും തോന്നുന്നില്ല. ഒരുപക്ഷെ അതിന് മുൻപ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം ഈ യുവതി എടുത്തത്. പക്ഷെ ഈ വീഡിയോയിൽ നമുക്ക് അത്രയൊരു മോശമായ പ്രവൃത്തിയായിട്ട് അത് ഫീൽ ചെയ്യില്ല, അതുകൊണ്ടായിരിക്കാം അത്രയും നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ അതിന്റെ ഇടയിൽ ചർച്ചകൾ നടന്നു. വേറെ പ്രൊഫൈലുകളിലൂടെ ചർച്ചകൾ നടന്നു. റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ ഒരുപാട് റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു. വളരെ ചർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു അത്. വൈറലാവാൻ വേണ്ടി ചെയ്ത കണ്ടന്റാണ് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു അത്. എന്തായാലും ഇന്ന് ആ വീഡിയോയിലുള്ള വ്യക്തി, ദീപക് എന്ന് പറഞ്ഞ ഈ ഗോവിന്ദാപുരം സ്വദേശിയായിട്ടുള്ള വ്യക്തി ഇന്ന് ആത്മഹത്യ ചെയ്തു. ഇന്നലെ രാത്രി അദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്. ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് വിചാരണയ്ക്ക് ഇട്ടുകൊടുത്ത ഒരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. ഒരു പക്ഷേ അയാൾ നിരപരാധിയായിരിക്കാം. അദ്ദേഹം അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടെ ചെയ്ത കാര്യമേ ആയിരിക്കില്ല. ബസ് നമുക്കറിയാം, വളരെ സ്പീഡ് പോകുന്ന ഒരു ബസ്സിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെ തൊട്ടടുത്ത ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരുടെ മേത്തൊക്കെ പോയിട്ട് നമ്മളെ കയ്യോ ഒക്കെ മുട്ടാനുള്ള സാധ്യത ഉണ്ട്. കാരണം അയാളുടെ വിരലുകളോ കയ്യോ വെച്ചിട്ട് പിടിക്കുകയല്ല ചെയ്യുന്നത്. അയാളുടെ കൈയിന്റെ മുട്ടിന്റെ ഭാഗം ഈ സ്ത്രീയുടെ, ഈ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് മാത്രമേ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുള്ളൂ. അത് ചിലപ്പോൾ ബസ്സിന്റെ മൂവ്മെന്റ് കൊണ്ട് സംഭവിച്ചതാവാം, അല്ലെങ്കിൽ അയാൾ മനഃപൂർവ്വം ചെയ്ത് തന്നെ ആയിരിക്കാം. പക്ഷേ ഈ യുവതി ഇതിനായിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ നമുക്ക് ആ ഈ വീഡിയോയിൽ ചെറുതായിട്ടൊക്കെ ഫീൽ ചെയ്യും എന്നുള്ളത് തന്നെയാണ് സത്യം. എന്തായാലും ഭയങ്കര ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഈ വിചാരണയ്ക്കോ, മാധ്യമ വിചാരണയ്ക്കോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വിചാരണയ്ക്കോ ഒന്നും നിൽക്കാതെ സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു കളഞ്ഞു. അച്ഛനും അമ്മയും മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അദ്ദേഹം ഒരു തുണിക്കട പോലെയുള്ള എന്തോ ഒരു സ്ഥാപനത്തിൽ ഒരു മാനേജറായിട്ട് ജോലി ചെയ്യുന്ന, സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്തത്. ആ കുടുംബത്തിന്റെ, അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയുടെയും ഏക ആശ്രയമായിട്ടുള്ള, അത്താണിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ദീപക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മഹത്യ ആ കുടുംബത്തിനുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇദ്ദേഹം നേരത്തെ വിവാഹിതനായിരുന്നു എന്ന് പറയുന്നു, ഡിവോഴ്സ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് ആണെന്ന് പറഞ്ഞു. എന്തായാലും ഇതിനെ കുറിച്ച് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പൊ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ യുവതിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, ഹരാസ് ചെയ്യുന്ന രീതിയിൽ. അതിനെക്കുറിച്ച് ഇനി നമ്മൾ ഇപ്പൊ ആദ്യം ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റുകൾ ഇട്ട ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ ഇൻസിഡന്റ് നടന്നപ്പോൾ ഇവരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച് കമന്റുകൾ ഇടുന്ന ആളുകളും ഉണ്ടായിരിക്കും. ജനങ്ങൾ അങ്ങനെയാണ്. നമ്മൾ ചിലത് കാണുമ്പോൾ, ഇപ്പൊ നമ്മൾ സവാദിന്റെ കേസ് കേട്ടിട്ടുണ്ടായിരുന്നു. സവാദിനെ സപ്പോർട്ട് ചെയ്ത ആളുകളും ഉണ്ടായിരുന്നു, സവാദിനെ വളരെ മോശമായിട്ട് ആക്ഷേപിച്ച ആളുകളും ഉണ്ടായിരുന്നു. ജനങ്ങൾക്ക് 2 ഭാഗവും പറയും, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയും. പക്ഷെ ഇതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കാറേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി എന്നെ കുറിച്ച് ആളുകൾ മോശമായിട്ട് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ മോശമായിട്ട് കരുതി എന്ന് തോന്നിയിട്ടായിരിക്കും അയാൾ അത്രയും മനസ്സ് വിഷമിച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരിക്കും.
ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ നമ്മൾ ഈ യുവതിയെ കുറിച്ചും ആളുകൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഈ യുവതി ചെയ്ത് വളരെ മോശമായി, അവര് വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാന്യമായിട്ടുള്ള കമന്റുകളേ അല്ല. ഈ സ്ത്രീയെ എന്തോ പച്ചയ്ക്ക് കത്തിക്കണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഈ ശവം ആ സ്ത്രീക്ക് ഇട്ടുകൊടുക്കണം എന്നുള്ള രീതിയിൽ, അങ്ങനെ വളരെ മോശമായിട്ടുള്ള കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്ത്രീ തന്നെ ഇതിനെക്കുറിച്ച് ഒരു മാധ്യമത്തിന് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നുണ്ട്, ഇതിനു മുൻപ് മുന്നിൽ നിൽക്കുന്ന ഒരു യുവതിയോട് ഇയാൾ മോശമായിട്ട് സ്പർശിക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഇവർ വീഡിയോ എടുത്തത്. വീഡിയോ എടുത്ത ശേഷം വീഡിയോ എടുക്കുന്ന അയാൾ കണ്ടിട്ട് പോലും ഇയാൾ സ്പർശിച്ചു. പിന്നെ അയാൾ അവിടെ ധൃതി പിടിച്ച് ഇറങ്ങിപ്പോയി. ഇതിന് ശേഷം നമ്മളെപ്പോഴും പറയും, ഇതൊരു മാധ്യമങ്ങളിലൂടെ കൈകാര്യം ചെയ്യേണ്ട കേസ് മാത്രമല്ല, ഇതിന് നിയമപരമായിട്ടുള്ള വശങ്ങളുണ്ട്. നിയമപരമായിട്ട് അവർക്ക് ഈ വീഡിയോ കാണിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവാവുന്നതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു അവിടെ വെച്ചിട്ടൊന്ന് പ്രതികരിക്കായിരുന്നു, ഇദ്ദേഹം എന്നോട് മോശമായിട്ട് പെരുമാറി. പണ്ട് നമുക്കറിയാം ബസ്സുകളിലൊക്കെ എത്ര മോശമായിട്ട് പെരുമാറുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു. നമ്മളൊരു പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരിച്ചാൽ പോലും ആരും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല. എല്ലാവരും കാഴ്ചക്കാരായിട്ട് തുറിച്ചു നോക്കിയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. വളരെ അപൂർവ അവസരങ്ങളിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യാറുള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടുന്ന ഒരു സംസ്കാരം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുത്തൊക്കെ ഈ കാര്യങ്ങൾ പുറത്ത് കാണിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെ മോശമായിട്ട് പെരുമാറുമ്പോൾ രഹസ്യമായിട്ട് വീഡിയോ എടുത്ത് കാണിക്കുക, അങ്ങനത്തെ രീതികളൊക്കെ വരാൻ തുടങ്ങിയത്. ഇതിപ്പോൾ നിയമപരമായിട്ട് ഒരു ചെറിയ സംഭവമാണ്. നിയമപരമായിട്ട് പോയാൽ അതിന് ഒരുപാട് പ്രശ്നങ്ങളും നൂലാമാലകളും ഉണ്ട്. അതിലും ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധാരണ പെൺകുട്ടി, വെറുതെ ഒരു അപ്പോ ഉണ്ടായ സംഭവത്തിന് പ്രതികരിച്ച ഒരു വ്യക്തി അങ്ങനെയൊന്നുമല്ല. ഇവരൊരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. എന്ന് വെച്ചാൽ ജനപ്രതിനിധിയായിട്ട് ഇരുന്നിട്ടുള്ള ഒരാളാണ്. ഇവർക്ക് നിയമങ്ങളെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഇവർ ഒരുപാട് കാര്യങ്ങളിൽ ഇതേപോലെ പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പൊ ഞാൻ അവരുടെ പ്രൊഫൈൽ എടുത്തു നോക്കി. അവർ ഇതേപോലെ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആളുകൾ പറയുന്നുണ്ട് ഈ കണ്ടന്റിന് വേണ്ടി ചെയ്താണ്, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഉള്ളതുകൊണ്ട് ചെയ്താണ്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ വിചാരിക്കാവുന്നതേ ഉള്ളൂ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഫേസ്ബുക്ക് പേജുകളിലൂടെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് റവന്യൂ കിട്ടിക്കൊണ്ടിരുന്നത്. ഫേസ്ബുക്ക് പേജുകൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ പേജുകളിലൂടെയാണ് ഫേസ്ബുക്ക് റവന്യൂ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും അവരുടെ പ്രൊഫൈലിലൂടെ തന്നെ റവന്യൂ കിട്ടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ സാധാരണ എല്ലാ ആളുകളും റവന്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വൈറലായിട്ട് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ അതിന് വേണ്ടി അവര് മനഃപൂർവ്വം വീഡിയോകൾ ചിലപ്പോൾ ഒരുപക്ഷെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ വിഷയം തന്നെ ഈ യുവതിയുടെ ആദ്യമായിട്ട്, ഈ യുവതിക്ക് ഇങ്ങനെ മോശനുഭവം ഉണ്ടായപ്പോൾ അവർ ആദ്യമായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തു, പ്രതികരിച്ചു. അങ്ങനെയൊന്നും അല്ല ഇത്. ഇവർ മുൻപും ഇതുപോലത്തെ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവരുടെ പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പോൾ അവര് ഇതേപോലെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് പെട്ട് കിടക്കുന്ന സമയത്ത് ഒരു അടുത്ത് നിന്നൊരു ലോറിയിലെ ഡ്രൈവർ വലതുവശത്തേക്ക് തുപ്പി എന്നുള്ളതായിരുന്നു ഇവർ മുൻപ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ്. എന്ന് വെച്ചാൽ വളരെ മോശമായിട്ടുള്ള, നമുക്ക് അങ്ങനത്തെ ഒരു സാമൂഹ്യ വിദ്യാഭ്യാസമോ ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആളുകൾക്ക് റോട്ടിൽ തുപ്പുക അല്ലെങ്കിൽ വേസ്റ്റ് ഇടുക, ഇതിനൊന്നും യാതൊരു മാനേഴ്സും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ വ്യക്തി വലതുവശത്തേക്ക് തുപ്പി. അപ്പൊ ബ്ലോക്ക് കിടക്കുകയാണ്, അടുത്തൊക്കെ വണ്ടികൾ ഉണ്ടായിരിക്കാം, വേറുള്ളവരുടെ മേല് തട്ടാനുള്ള സാധ്യത ഉണ്ട്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഈ യുവതിയുടെ മേത്തൊന്നല്ല തുപ്പിയത്, ആരുടെയും മേത്തല്ല തുപ്പിയത്, അദ്ദേഹം റോട്ടിലേക്കാണ് തുപ്പിയത് എന്ന് തന്നെയുള്ളതാണ് സത്യം. അപ്പൊ അതൊക്കെയാണ് അവരുടെ വലിയ വൈറൽ കണ്ടന്റ്. അതേപോലെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നത് കൊണ്ട് അവർ ബ്ലോക്കിൽ പെട്ടിട്ട് 4-5 മണിക്കൂർ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ കൂടുതൽ പണിക്കാരെ വെച്ചിട്ട് വേഗം തീർക്കേണ്ടതാണ്, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇതേപോലെ വേറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഇവിടെ എന്തെങ്കിലും വികസനം വരണമെങ്കിൽ കുറേ ആളുകൾ അവരുടെ കുറേ സമയവും അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്താൽ തന്നെ ഇവിടെ വികസനം എന്ന് പറയുന്ന കാര്യം വരുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചു നേരം നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് കിടന്നാൽ തന്നെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നേരിടുന്ന ഇതേപോലെയുള്ള, അല്ലെങ്കിൽ നല്ല റോഡില്ല, വാഹനം കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് പരിഹാരമാവുന്നുള്ള കാര്യം ഇവർ ചിന്തിക്കുന്നില്ല. അവർ ആ തൽക്കാലത്തേക്ക് അവർക്ക് കുറേ നേരം ബ്ലോക്ക് കിടക്കേണ്ടി വന്നു, ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ റോഡിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കേരളം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ, തമിഴ്നാടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ എത്രയോ കാലങ്ങളായിട്ട് നല്ല നല്ല നാഷണൽ ഹൈവേകളുണ്ട്. പക്ഷെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കേരളത്തിൽ ഇത്ര നല്ലൊരു 6 വരി പാത വരുമ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ചൊക്കെ ത്യാഗം സഹിക്കുക എന്ന് തന്നെ പറയാനുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വലിയ വലിയ വൈറൽ കണ്ടന്റുകളാക്കിയിട്ട് ഇവരിട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് അവർ ഇതും ചെയ്തത്. പക്ഷെ ഇതൊരു വ്യക്തിയുടെ ഒരു മരണത്തിന് കാരണമായി തീർന്നു എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ കയറി പ്രതികരിക്കുന്നതിന് മുൻപ് ഒരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്കൊന്നും മാറരുത് എന്ന് ചിന്തിക്കും. ഇപ്പോൾ ഇതൊരു ആദ്യത്തെ സംഭവമല്ല, നേരത്തെ പറഞ്ഞു, ഇതുപോലെയുള്ള വീഡിയോകൾ മനഃപൂർവ്വം കണ്ടന്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടു. ഇതേ സെയിം സംഭവങ്ങൾ ബസ്സിലുണ്ടാവുന്ന
അപ്പോൾ അവരവിടെ പ്രതികരിക്കാതെ വീഡിയോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. കാരണം അവർക്കത് ആ ഒരു വീഡിയോ കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് തെളിവായിട്ട് കൊടുത്തിട്ട് കേസ് എടുപ്പിക്കാം എന്നുള്ളതാണ്. അതിന് പകരം കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ അയാളുടെ മാനസിക വൈകല്യം തന്നെയായിരിക്കാം, എന്നാലും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭാര്യ, കുട്ടികൾ, കുടുംബം ഇവരൊക്കെ സമൂഹത്തിന് മുന്നിൽ മോശക്കാരാവും എന്നുള്ളതൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ഇതേപോലെ നമ്മളുടെ ഉണ്ടാവുന്ന ദേഷ്യത്തിലോ അല്ലെങ്കിൽ നമ്മളെ പ്രതികരണ ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നവരാണ് ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ചിന്തിക്കാതെ കുറച്ചൊക്കെ അവരുടെ ഒരു പരിസരം, അവരെങ്ങനെ അവരുടെ ഭാര്യ അല്ലെങ്കിൽ കുട്ടികൾ, അവരുടെ കുടുംബം ഇതൊക്കെ എങ്ങനെ നേരിടും, അവരെങ്ങനെ നേരിടും, അല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു മനോവികാരത്തോടു കൂടെ തന്നെയാണോ തട്ടിയത്. ആ വീഡിയോ കണ്ടാൽ നമുക്ക് സംശയം തോന്നും. ആ വ്യക്തി ചിലപ്പോൾ ആ വണ്ടിയുടെ ഒരു ബാലൻസിന്റെ പ്രശ്നം കൊണ്ട് അറിയാതെ അദ്ദേഹത്തിന്റെ കൈ വന്ന് തട്ടിയതാവാം. അദ്ദേഹത്തിന്റെയും ഈ യുവതിയുടെ ഇടയിൽ നല്ല സ്ഥലമുണ്ട്, ഗ്യാപ്പ്. പക്ഷെ ഈ യുവതി അടുത്ത് പോയിട്ട് നിന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സംശയിച്ചു പോകും, കുറ്റം പറഞ്ഞും പോകും എന്നുള്ളതാണ്. ഇത് ഒരുപാട് വർഷം മുൻപ് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളെല്ലാതും നമ്മളിപ്പോ ഇങ്ങനെ സംഭവിച്ചു, ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതോടുകൂടെ എല്ലാവരും ഈ യുവതിക്കെതിരെ തിരിഞ്ഞിട്ട് ഈ യുവതിയെ എന്തോ ഭയങ്കര വിചാരണ ചെയ്യണം, ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇടണം എന്നൊക്കെ ഉള്ള രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. കുറേ വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവം ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു വിവാഹം, അടുത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് വിവാഹം. അപ്പൊ വിവാഹത്തിന്റെ തലേ ദിവസം ആ ഓഡിറ്റോറിയത്തിൽ ബന്ധുക്കളൊക്കെ കൂടുന്നുണ്ട്, അവിടെ പാചകമൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ബന്ധുക്കളൊക്കെ അവിടെ പോവും വരും ചെയ്യുന്നുണ്ട്. വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓഡിറ്റോറിയം ഉള്ളത്. അപ്പൊ ഈ പെൺകുട്ടി ആ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ബന്ധുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ രാത്രി ഒരു 10-11 മണിയായ സമയത്ത് ഈ കുട്ടി വീട്ടിലേക്ക് പോന്നു. ഒറ്റയ്ക്കാണ് പോരുന്നത്. അപ്പൊ ആ കുട്ടി തൊട്ടടുത്താണ് വീട്. അപ്പൊ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി ഈ വീട്ടിലേക്ക് നടക്കുന്ന ദൂരത്തിൽ ഒരു വ്യക്തിയെ ആ കുട്ടി കണ്ടു. ആ വ്യക്തി ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറി. എന്ന് വെച്ചാല് നീ എങ്ങട്ടാ പോണേ, എന്റെ കൂടെ വരുന്നോ എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തോ കമന്റ് അടിച്ചു. ഈ പെൺകുട്ടിയുടെ ഒരു കസിൻ, ഒരു ബന്ധു, ഈ പെൺകുട്ടി ഒറ്റയ്ക്കാ പോയതെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ഒരു പയ്യൻ, അയാള് ഇത് കണ്ടപ്പോൾ അയാൾ അത് ചോദ്യം ചെയ്തു, അയാളെ പിടിച്ചു, അടി. അപ്പോഴേക്കും ആളുകളൊക്കെ കൂടി അയാൾക്ക് ഭയങ്കര അപമാനമായി. അയാള് ആ പോക്കിന് പോയിട്ട് ഒരു റെയിൽവേ ട്രാക്കിൽ തല വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഭയങ്കര വിവാദമായ കേസായിരുന്നു. കാരണം ഇദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു കോളേജ് അധ്യാപകനായിരുന്നു. ഇദ്ദേഹത്തിനെ കുറിച്ച് ആർക്കും ഒരു മോശം കാര്യങ്ങളും പറയാണ്ടായിരുന്നില്ല. അത്ര നല്ലൊരു കരിയറും അത്ര നല്ലൊരു സ്വഭാവമുള്ള വ്യക്തിയെന്ന് നാട്ടുകാർ മുഴുവൻ രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു വൈകല്യം പുറത്തു വന്നത്, അയാൾ മോശമായിട്ട് കമന്റ് ചെയ്തു, അല്ലെങ്കിൽ അവസരത്തിന് ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അയാൾ വിചാരിച്ചു കാണും മോശമായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന് തോന്നിക്കാണും. അപ്പം അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ അയാൾ പെരുമാറി എന്നുള്ളതായിരിക്കാം. പക്ഷെ ഈ അപമാനിക്കപ്പെട്ടപ്പോൾ ഇദ്ദേഹം പോയിട്ട് ആത്മഹത്യ ചെയ്തു. ഭയങ്കര വിവാദമായി. ഈ പ്രതികരിച്ച പയ്യനെതിരെ കേസ് വന്നു. വർഷങ്ങളോളം ഈ പയ്യൻ കേസ് നടത്തേണ്ടി വന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല, ഞാനവിടെ അയാളുടെ മോശമായ പ്രവൃത്തി കണ്ടതുകൊണ്ടാണ് പ്രതികരിച്ചത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ കാര്യമാണ്, അതിന് എനിക്ക് കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല, എന്റെ സിസ്റ്ററോട് മോശമായിട്ട് പെരുമാറിയത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും വർഷങ്ങളോളം ഈ വ്യക്തി ഈ കേസിന് വേണ്ടി നടക്കേണ്ടി വന്നു. ആത്മഹത്യ ചെയ്ത ആളുടെ കുടുംബത്തിന് ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് നഷ്ടം നികത്താൻ പറ്റാത്തൊരു നഷ്ടം ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. ഈ പെൺകുട്ടി, ഇതിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടി പിന്നീട് വിവാഹിതയായി പോയി. പിന്നീട് കേസിനൊക്കെ ഈ പെൺകുട്ടി പിന്മാറി. കാരണം പിന്നീട് ഒരു സാക്ഷി പറയാൻ വരാനോ ഒന്നും ആ കുട്ടിക്ക് സാധിച്ചില്ല. ആ കുട്ടി നിന്ന് പിന്മാറി. ഈ പയ്യൻ ഒരുപാട് കാലം ഈ കേസ്, പയ്യൻ എന്നല്ല അയാൾ, പിന്നെ അയാളുടെ ഒരു കുറേ വർഷങ്ങളോളം അയാളുടെ നല്ല ഏജ് മുഴുവൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു നിമിഷം കൊണ്ട് നമ്മളുടെ ഒരു പ്രതികരണം ഒരാളുടെ ജീവൻ എടുക്കാനൊക്കെ കാരണമാവും. ഇതിലൊന്നും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ചെയ്ത വ്യക്തി അയാളുടെ ഒരു നിമിഷത്തിലെ ചാബല്യം കൊണ്ട് ചെയ്തൊരു കാര്യം, ആത്മഹത്യ ചെയ്തു, അയാളുടെ ജീവൻ പോയി. അതേപോലെ തന്നെയാണ് ഈ ദീപകിന്റെ കേസിൽ സംഭവിച്ചതെന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഒരു പക്ഷെ ആ കുട്ടിക്കും ഇതേപോലത്തെയൊക്കെ മോശം ഒരു തോന്നലുണ്ടായിക്കൂടാകില്ല. അപ്പൊ നമ്മളുടെ മനസ്സിന് അപ്പൊ തോന്നുന്ന ദേഷ്യം കൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ ജീവൻ കൂടെ എടുക്കുന്നതിനൊരു കാരണമായി തീരാൻ പാടില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു വൈറലാവാൻ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് ദോഷം സംഭവിക്കുമോ, അത് അയാളുടെ കുടുംബം നശിപ്പിച്ച് കളയോ, ഇയാൾ ശരിക്കൊരു കുറ്റക്കാരൻ തന്നെയാണോ എന്നൊക്കെ ഉള്ളത് നമ്മളെ മനസാക്ഷിയോട് ചോദിച്ച ശേഷം ചെയ്യുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ കുട്ടിയുടെ ഒരു ബൈറ്റ് വന്നിട്ടുണ്ട്. ഇവർ പറയുന്നുണ്ട് വളരെ മോശമായിട്ട് അയാൾ പെരുമാറി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, വടകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് സംസാരിച്ചു, ഇങ്ങനെ എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ പോലീസുകാര് തെളിവ് കാണിക്കാൻ, അപ്പൊ ഈ വീഡിയോ എന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്, ഇന്ന വ്യക്തിയാണെന്ന് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ലേ, അപ്പൊ ആരെ ഈ വ്യക്തി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇട്ടത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട്.
എന്തായാലും സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എന്ത് സത്യമാണെങ്കിലും എന്ത് നുണയാണെങ്കിലും ഒരു ജീവൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. ആ കുടുംബത്തിന് സംഭവിച്ച നഷ്ടം എന്ന് പറഞ്ഞാൽ അത്ര നികത്താൻ പറ്റാത്തതായിരിക്കും. ഇനി ആ പ്രായമുള്ള അച്ഛനും അമ്മയും ഒരുപാട് കാലം ഈ മകനെ കുറിച്ച് ഓർത്ത് നേറി ജീവിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം എടുത്തുചാട്ടങ്ങളൊക്കെ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുന്നേ പറയാനുള്ളൂ. ഇതൊരു വൈറൽ കണ്ടന്റ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു മോണിറ്റൈസേഷൻ്റെ അല്ലെങ്കിൽ വരുമാനത്തിന് വേണ്ടി മാത്രം ചെയ്തതാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത് എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് ഒന്നുകൂടെ ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.